ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ലെഗിൻസിൻ്റെയൊക്കെ ടോപ്പ് തയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മീറ്ററാണ്, നമ്മളുടെ അളവിന് നമുക്ക് എത്ര മീറ്ററാണ് തുണി വേണ്ടതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ ഏകദേശമൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്, എക്സ്ട്രാ സ്ലിമ്മായിട്ടുള്ള ഒരാൾക്കൊരു 1 മീറ്റർ തുണിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മീറ്റർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ണം കുറച്ച് കൂടിയ ആൾക്കാർക്ക് ഒരു 2 മുതൽ 2.5 വരെയൊക്കെ 2.5-3 വരെയൊക്കെ ആവശ്യമുള്ളവരെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഏകദേശ അളവാണ്. ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് തികയാതെ വരും, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും തുണി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് എത്രയാണോ വേണ്ടത് അത് മാത്രം എടുത്ത് തയ്ച്ചാൽ മതി. വെറുതെ നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഇതേപോലെ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ്സാണിതെന്ന് വിചാരിക്കുക, നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ പോർഷനിൽ ഇവിടെ കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ മടക്കി കൊടുക്കുക. യാതൊരു ചുളിവുകളും ഇല്ലാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മെഷർമെൻറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇല്ല, നിവർന്ന് തന്നെ നിൽക്കുക. എന്നിട്ട് മറ്റൊരാളുടെ സഹായത്തോടു കൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അളവ് ചേഞ്ച് ആയി പോകും. നമ്മൾ ഇറക്കമൊക്കെയാണ് നോക്കുന്നത് താഴത്തോട്ട്, അപ്പോൾ നിവർന്ന് തന്നെ നിൽക്കാൻ നോക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിപ്പോയി, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ആ ഒരു കറക്റ്റായിട്ട് ഒരു ചുരിദാർ വെച്ചിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വരച്ചത്. ഇതെന്തായാലും മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ്. അതിന് വരച്ച് കാണിച്ചാലും മതി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിവർത്തി ചുളികളൊന്നും ഇല്ലാണ്ട് നമ്മുടെ അളവ് ഡ്രസ്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ടേപ്പിലാണ് ബാലൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടേപ്പ് ഇതേപോലെ ഒന്ന് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇഞ്ചല്ല സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ സെൻറ്റിമീറ്റർ ഉണ്ട്, ഇപ്പുറത്ത് ഇഞ്ചും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് സെൻറ്റിമീറ്ററാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 23 ഇഞ്ചെന്ന് പറയുമ്പോഴത്തേക്കും 59 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നോക്കാൻ പറ്റും. കാരണം രണ്ട് സൈഡിലും ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് നിവർത്തിയിട്ട നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ, ഷോൾഡർ പോർഷനിലായിട്ട് നമ്മളൊരു എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കയറ്റി വെക്കണം ടേപ്പ്. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 2-2.5 സെൻറ്റിമീറ്ററൊക്കെ അത്രയും കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ആ ഒരു ചുരിദാറിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ കയറി പോകുന്ന സമയത്ത് ആ ഒരു ഇറക്കം കുറവ് വരും. അപ്പോൾ എക്സ്ട്രാ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ഇതേപോലെ നിങ്ങളുടെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇതേപോലെ ഡ്രസ്സിൽ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ബോഡിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടേപ്പിൽ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അത്രയും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനൊരു 1/2 ഇഞ്ചിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 2 സെൻറ്റിമീറ്ററോ 2.5 ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ കയറ്റി വെച്ചിട്ട് ബാലൻസ് താഴത്തോട്ട് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെയും എക്സ്ട്രാ തയ്യൽ തുമ്പിന് സ്പേസ് ഇട്ട് കൊടുക്കാം എത്രയാണെന്നുള്ളത്. അപ്പം ഞാൻ മേളിലൊന്ന് എഴുതി കൊടുക്കുകയാണ്. മേളിലോട്ട് നമുക്ക് ഈ ഒരു ആരോ ഇട്ടിട്ട് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് എക്സ്ട്രാ അത് നമുക്ക് ഒന്നെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എത്രയും ഇഞ്ച് നമുക്ക് മേളിലോട്ട് എക്സ്ട്രാ വേണം. പിന്നെ താഴത്തോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയറിൻ്റെ പോർഷനിൽ ഏറ്റവും താഴത്തോട്ടും എത്ര വേണം എന്നുള്ളതൊന്ന് നോക്കുക. ഇപ്പം നമ്മൾ മേളിലത്തെ തയ്യൽ തുമ്പ് മാത്രം ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ താഴേക്കും ഒരു ആരോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ അത് എടുത്താൽ മതി. നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് താഴെയും മേളിലും ഇത്രയും തയ്യൽ തുമ്പ് നിങ്ങളുടെ ഒറിജിനൽ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ഡ്രസ്സിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. താഴത്തേക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ കറക്റ്റ് ആ ഒരു ഡ്രസ്സിന് എത്രയാണോ ഇറക്കം വേണ്ടത് അതാണ് നമ്മൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ഷോൾഡർ മുതൽ ഇപ്പം മുട്ടിന് താഴെ വേണ്ടവരുണ്ടാവും, മുട്ട് വരെ വേണ്ടവരൊക്കെ ഉണ്ടാവും, ടോപ്പിന് ഇറക്കും. അപ്പോൾ ആ ഒരു കറക്റ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. അത് നമ്മൾ ടേപ്പിൽ എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഡ്രസ്സിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ
എത്രയാണ് ഇറക്കം ഫുള്ള് വേണ്ടത്, അതായത് ഷോൾഡർ മുതൽ താഴെ വരെയുള്ള. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഫുൾ ലെങ്ത് എന്നാണ് പറയുന്നത്. ഫുൾ ലെങ്ത് ഞാൻ എന്താ ഇവിടെ എഴുതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സെൻറ്റിമീറ്ററാണ് നോക്കുന്നത് കേട്ടോ. സെൻറ്റിമീറ്റർ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഒരു 97, 98, 100 വരെ ആയാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഇറക്കത്തിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 100 വരെയൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 100 വരെ എടുത്തു എന്ന് വിചാരിക്കുക. എനിക്ക് ഫുൾ ലെങ്ത് 100 ആക്ച്വലി വേണ്ടത്. 100 എനിക്ക് ആക്ച്വലി ലെങ്ത് വേണ്ടത്. പക്ഷേ നമുക്കതിൻ്റെ കൂടെ ഈ എക്സ്ട്രാ മേളിലും താഴെയും തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ 100ൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 102 അല്ലെങ്കിൽ ഒരു 103 ഇഞ്ച് അത്രയൊക്കെ നമുക്ക് എടുക്കാം. എക്സ്ട്രാ കുറച്ച് എനിക്കിപ്പോൾ ഒരു 98 മതിയെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 4 സെൻറ്റിമീറ്ററും കൂടെ, ഇപ്പോൾ 98 ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാനൊരു 4 സെൻറ്റിമീറ്ററും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 98 ആകുമ്പോൾ എത്രയാ, 4 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 102 വരും അല്ലേ. 102ൻ്റെ നേരെ വരുന്ന ഇഞ്ച് 40 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റായി 40 ഇഞ്ച് നമുക്ക് നോർമലിയൊക്കെ എടുക്കുന്നൊരു സൈസല്ലേ എല്ലാവരും. അപ്പോൾ ഞാനിപ്പോൾ 102 എൻ്റെ ഫുൾ ലെങ്ത്. അത് എക്സ്ട്രാ ഉള്ള നമ്മുടെ തയ്യൽ തുമ്പും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഞാനൊരു 102 എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ 102ൻ്റെ നേരെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് 40 ഇഞ്ചാണ് 102 എന്ന് പറയുന്നത്. 40 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്തിട്ടാണെന്ന് ഓർക്കണം. 102, 40 ഇഞ്ച്. ഓക്കെ, മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എത്രയാണോ ഫുള്ള് വേണ്ടത്, ഈ എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്തിട്ട് എത്രയാണ് വേണ്ടത് അത് എഴുതി കൊടുക്കുക ഫുൾ ലെങ്ത്. അപ്പോൾ ഞാനിവിടെ 40 ഇഞ്ചെന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 102 അല്ലേ, 102 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 40 ഇഞ്ച് അല്ലെങ്കിൽ 102 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്താ, ഫ്രണ്ട് പോർഷനല്ലേ. ഇത് എക്സ്ട്രാ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഈ 102 എന്നുള്ളത് ഫ്രണ്ട് പോർഷൻ്റെ മാത്രമാണ്. 102 സെൻറ്റിമീറ്റർ ഫ്രണ്ട് പോർഷൻ്റെ മാത്രമാണ്. അപ്പോൾ എനിക്ക് ബാക്ക് പോർഷൻ്റെയും കൂടെ വേണം. അപ്പോൾ 102 തന്നെ ബാക്ക് മതിയല്ലോ, സെയിം ഇറക്കം തന്നെയല്ലേ ബാക്കും വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 102 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും വേണം. അപ്പോൾ ബാക്ക് ഈസ് ഈക്വൽ ടു 102 തന്നെ, കാരണം നമുക്ക് സെയിം ഇറക്കം തന്നെ മതി. അപ്പോൾ 102 ഫ്രണ്ടിലും 102 ബാക്കിലും, 2 പീസായിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. 102 ബാക്കിലും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടിനും കൂടെ എത്ര സെൻറ്റിമീറ്റർ വേണം, 102 പ്ലസ് 102 ഈസ് ഈക്വൽ ടു 204 സെൻറ്റിമീറ്റർ ആണേ. സെൻറ്റിമീറ്ററിലാണ് കേട്ടോ 204 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഈ 204 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമ്മളിനി മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 200 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, 2 മീറ്ററാണ്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 200 ആയപ്പോഴത്തേക്ക് 2 മീറ്റർ വന്നു. ഈ 2 മീറ്റർ എടുത്താൽ മതിയാകും. പിന്നെ ഉള്ളതൊരു 4 അല്ലേ, അത് കുഴപ്പമില്ല, 2 മീറ്റർ എടുത്താൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അത് കറക്റ്റ് കിട്ടുമോ എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 2.25 വേണ്ട. ഇപ്പോൾ റൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് 2 മീറ്ററിൽ നിർത്തണമെങ്കിൽ 2 മീറ്റർ മതി. കാരണം 4 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് വലിയൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 2 മീറ്ററിൽ നിർത്താം. ഇപ്പോൾ 103, 104, 105 വരുവാണെന്നുണ്ടെങ്കിൽ 1 മീറ്ററിൽ തന്നെ നിങ്ങൾക്ക് നിർത്താവുന്നതാണ് റൗണ്ട് ചെയ്തിട്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ട്, എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2.25 വരെ പോകണമെന്നൊന്നുമില്ല, അത് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ 2 മീറ്ററാണ്. റൗണ്ട് ചെയ്തിട്ട് 2.25 എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചുരിദാറിന് എത്ര മീറ്റർ തുണി എടുക്കണം എന്ന് മനസ്സിലാക്കുന്നത്. ഫുൾ ലെങ്തിൻ്റെ കൂടെ മേളിലോട്ടും കുറച്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ, താഴത്തോട്ടും കുറച്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുക്കുക. ടോട്ടൽ ഫ്രണ്ടും ബാക്കിനും വേണ്ടിയിട്ട് ആ കിട്ടിയ വാല്യൂവിനെ ഇൻറ്റു 2 ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടുക, സെയിം ആണല്ലോ രണ്ടും. എന്നിട്ട് അതിൽ നിന്ന് സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലേക്ക് മാറ്റുക. നമ്മൾ ഇഞ്ച് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നും, അതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത് തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് കിട്ടിയതൊരു 123 വിചാരിക്കാം. ഫുൾ ലെങ്ത് 123. അപ്പോൾ ഫ്രണ്ട് 123, അതുപോലെ തന്നെ നമുക്ക് ബാക്കും വേണം 123. രണ്ടും സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക,
246 കിട്ടും. ഇതിപ്പോൾ എങ്ങനെയായി? 246ആയി. അപ്പോൾ ഇത് നമ്മൾ 2 മീറ്ററും ഒരു 46 സെൻറ്റിമീറ്ററും കൂടെ വരും എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരിക? 2.5 മീറ്ററിന് ചെറിയൊരു ഡിഫറൻസാണ് വരിക അല്ലേ? 2.5 മീറ്ററിന് ചെറിയൊരു ഡിഫറൻസ്, ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 2.5 മീറ്ററായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചൊരു 4 ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ 2.5 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് 2 മീറ്ററും 46 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അവർ തന്നെ വിചാരിക്കും എന്താണ്. അപ്പോൾ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. ഇനി അതൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാമ്പിളും കൂടെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചുരിദാറിന് എത്ര മീറ്റർ തുണി വേണം, ടോപ്പിന് കേട്ടോ, ടോപ്പിൻ്റെ മാത്രമാണ് ഞാൻ പറയുന്നത്, എത്ര മീറ്റർ തുണി വേണമെന്ന് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ടാറ്റാ.